ഇത് രണ്ടു ഈ പച്ചക്കുട്ടി 35 രൂപ എത്രയ്ക്ക് ചോദിച്ചു. ഇത് പറഞ്ഞാൽ 6,000 29 രൂപ. ഇത് പച്ച അതിൻ്റെ തന്നെ കുട്ടി ധൈര്യത്തിൽ കൊണ്ടേ കറക്കുക. അതിൻ്റെ തന്നെ കുട്ടി അല്ലാണ്ട് അതിൻ്റെ തന്നെ മുതലായതുകൊണ്ട് എത്ര പറഞ്ഞേ. പച്ചും കുട്ടിയുമാടെ കൊണ്ടേക്കോളി. പജ്ജ് കളിക്കാം ഞാൻ പറയാം. ഒരു 1000 രൂപ കൂടി അല്ലേ അത് പുറത്തറിയരുത് എത്ര വില. ഇവിടെ എല്ലാവരും ആ പജ്ജും കുട്ടി ചോദിക്കും. അതിന് തന്നെ മുതല ഞാൻ പറഞ്ഞുതരാം. തൊഴുത് കടി അത് 1000 കൂടി ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നോക്കേ അത് നിങ്ങൾ പേടിച്ചണ്ടാ. അത് തരണം അത് തരണം. അതിനാ പോലെ ഞാൻ പറഞ്ഞത് 1000 രൂപ ഒന്നും കിട്ടിയല്ലോ. ഒരു ഇതാ എണ്ണം കൂടുതലാ. എണ്ണം കുറയ്ക്കാൻ വേണ്ട മനസ്സിലാക്കി. എണ്ണം കുറയ്ക്കാൻ വേണ്ട ഒന്നും ഇതൊന്നും ഒരു 1000 രൂപ ചോദിച്ചു. ആ പച്ചും കുട്ടിയല്ലേ ഒന്നുമില്ല. അരക്കറവല്ലാന്ന് ആകെ 2 മാസം കൊണ്ടേ കെട്ടിക്കളി. വേലക്കാര് 30 പച്ച വില പറഞ്ഞു. അത് ആർക്കാണ്? അത് നിങ്ങൾക്കായതുകൊണ്ട് തരുന്നേ. അത് നിങ്ങൾക്കായതുകൊണ്ട് അങ്ങനെയാണ് കെട്ടിക്കളെ. അതിന് കുറച്ച് അത് നിങ്ങൾ തരണേക്ക്. ആ 1000 തരാം. ഒന്നും കിട്ടില്ല. അത് തന്നിട്ട് ഒരു മുതലാവുള്ളൂ. ഒന്നുമില്ല. ലാഭത്തിനല്ല കച്ചവടം. കൂടും പറയുമ്പോ കന്നുസാറാവും. അത് വരും. ഇതുണ്ടോ ഇത് വരാണ്ട് ഇതുണ്ടോ ഇത്രയ്ക്ക് അവിടെ ഉണ്ടായ പയ്യ. ഇന്നത്തെ ഈ കുറയുള്ളൂ എൻ്റെ കന്നിട്ട്. ഏത് കന്ന നോക്കിക്കളി ആകുമ്പോൾ ഓവർ മടിക്കണമെങ്കിൽ വീർത്തുമ്പോൾ മടിക്കടം നമ്മളുണ്ടാവില്ല. അതിനെ കറക്കാനൊന്നും ഇതാ ഇത്ര സുഖമായിട്ട് കറക്കാം. ഏതാണ്ട് 34 പോയിച്ചു. എടോ പജ്ജില്ലടോ. പജ്ജിനനുസരിച്ച് കായ കൊടുക്കണ്ട. എവിടെയാ പജ്ജിനനുസരിച്ച് കായ എവിടെ കിട്ടിയ ഏത് അന്നത് ഇത് പിടിച്ച അതില്ല ഒന്നും ഊതുപിടിയോ. അല്ല വാപ്പ പറഞ്ഞിട്ട് ഇവന് ചോദിച്ചുകൊണ്ടോ ഏടോ നിങ്ങളെന്തായാലും പറയണോ പൈക്ക ഏക്കത്തെ പൈക്ക ഏക്കത്തെ പിന്നെ കൊണ്ടേക്ക ഇളം പൈക്കളാ. ഈ പയ്യനത് ഒരു കുട്ടിയുണ്ട്. ആ പച്ചും കുട്ടിയുമാണ് കൊണ്ടേട്ടോ. അതിന് അരക്കറവിന് വിലക്കൊക്കെ ആ പച്ചും കുട്ടി അതാകണം കുട്ടി. അതാകണം ആ പൈക്കുട്ടി. അത് അവിടെ കെട്ടിയേക്കണം. ആ പോത്തിന്റെ അപ്പത്തേക്കണ പൈക്കുട്ടി തന്നെ ഒറിജിനലാണ്. ഇല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് പിടിച്ച് പൂസല്ല. ഒറിജിനൽ കുട്ടി. അതിന് തന്നെ കുട്ടി. പൈക്കള് തന്നോ വേണേ കൊണ്ടേക്കോളി. കൊള്ളന്റെ അടുക്ക അടുക്കനാ എത്ര വരും? എത്ര വരും? 6 രൂപയ്ക്ക്. 6 രൂപയ്ക്ക് പോലെ പുറത്ത് കടി പുറത്ത് കാര്യമില്ല. പച്ചമുറ്റി തരണം. പിന്നെന്താ ഒന്നും പറയരുത്. ഒന്നും കുറച്ചതും ഇല്ലക്ക. ഇല്ല അതും ഇല്ല. അത്രത്തോളം അറ്റം ഒന്നും കുറയ്ക്കണ്ട. ആൾക്ക് വേണം പച്ചുകൊണ്ട് അറ്റം പറഞ്ഞത് എന്തിനറിയോ? ഇവിടെ 37 പച്ചക്കുട്ടി പറഞ്ഞു. അന്നെ കണ്ട അടുപ്പ് പറഞ്ഞു. ഇജ് ചോദിച്ചപ്പോ എന്താ വെച്ചാൽ ഒരു പച്ചന് തരണം പറഞ്ഞ പറഞ്ഞു. ആ വാച്ച് കൊടുത്തിട്ടില്ല. എത്ര 29 28 രൂപ. ഇളം പോയി കിട്ടും. നോക്ക് പയ്യ നോക്ക്. പൊയ്യ് നോക്ക്. അത് തരണം. കൊണ്ടേ കെട്ടിക്ക. അങ്ങനെയാണ് അല്ലെങ്കിൽ പച്ചനുള്ളത്. പിന്നെന്താ അല്ലെങ്കിൽ വാഹനം അതാണ് അവർക്ക് എല്ലാവരും. പിന്നെ നിങ്ങളെ കണ്ടപ്പോ തരാം. മനസ്സിലാക്കി അങ്ങോട്ട് കൊണ്ട് കെട്ടിക്കളി തൊളുതാക്കാൻ. എത്ര രൂപ? 29 അതിന് പാവം പോലെ കൊടുക്കുക. എത്ര തരാ ചോദിച്ചോളൂ. ഇളം പൈക്കുട്ടിയാ. അതിനതാ ഈ പല്ലെന്നുള്ള കണ്ട വീണ്ടും ആളും വേറെ ചെയ്ത് 29
29 എത്രയ്ക്കാ ചോദിച്ചോളൂ, എത്രയ്ക്കുള്ള ചോദിച്ചോളൂ, നിങ്ങൾ കണ്ടേ ചോദിച്ചോളൂ, നല്ല സ്വഭാവം കാലം 32 രൂപ. പോയിട്ടില്ലല്ലോ, അടക്കിങ്ങള് അടക്കിങ്ങള് 36 രൂപ അല്ല 34 എന്നോട് പറഞ്ഞു എത്രയ്ക്കുണ്ട് ചോദിച്ചപ്പോൾ വേണ്ട അത് ഞാൻ ഇവിടെ തടിക്ക് 2 പാട് 6 നമ്പർ ഒരു വിലക്ക് വെച്ചു. അതായത് എൻ്റെ മുന്നിനെ പറ്റി നിൽക്കുക, രണ്ടാമത് ഓരിയാണ് അത്രത്തോളം ഒരു വലിച്ചു തന്നെ ഞാൻ നിൽക്കാണ്ട് നിൽക്കുക. അന്നിപ്പോൾ പാലിലെ പോയിക്കളെ കൊണ്ടുണ്ട് ഒരു നേരത്തെ മടിയാളൂ, ഇന്നലെ വൈകുന്നേരം കിട്ടിയ പയ്യ ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കൂല. അതൊക്കെ ഉച്ചരിന്ന് അവിടെ ഇത്ര അവിടെ സമ്മതിക്കേണ്ട പയ്യനെ കിട്ടിയൊക്കെ കറന്നോളൂ കേട്ടോ. നമ്മളതിന് ഗ്യാരണ്ടി ഒന്നും ഇല്ല, കിട്ടിയ ആ വില പറയുന്നുള്ളൂ. എന്താ 32 രൂപ നിങ്ങൾ കണ്ടു, നിങ്ങൾ ചോദിച്ചു പൈക്കുട്ടി ഉണ്ട്. ഏതാ മലയാളിയുണ്ട്, ഏതാ ഈ ചുവന്ന പയ്യ 38 രൂപ. കുട്ടിയൊന്നുമില്ല, കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുക, നമ്മളെ കച്ചവടക്കാരൻ തന്നെ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുക. ആട്ടുപൈന കാണിച്ചു ഇതൊക്കെ 60 രൂപ മുടക്കാൻ മതിക്കാ. ഒന്ന് 2 ദിവസം തേച്ചാൽ ക്ലീനാവും. ഞമ്മക്ക് അതിനകത്ത് 15 20 കൊണ്ടുവരണ അതിന് ഒരു പൈനെ മെനക്കട കഴിയൂല. നിങ്ങൾ വേണേ കൊണ്ടുപോയിക്കോളി. അതാ സ്വഭാവം നോക്കിയാൽ പൈക്കുട്ടി തന്നെ ഇതാ എവിടെ വെച്ചിരുന്നോളാ ഇളം പൈക്കുട്ടിയെ പറഞ്ഞു എങ്ങനെ പറയുന്നത് കറക്കാം. കിട്ടേണ്ട കയ്യാ പറഞ്ഞുള്ളൂ, നീട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനെ. അടുപ്പം തന്നെ എന്നോട് പറഞ്ഞു ഈ കണക്ക് ചോദിക്കാം. ഈ വന്നിട്ട് ഷർട്ടെടുത്തോ, എൻ്റെ വന്നിട്ട് 28-29 പോട്ടെ, ഇത് കച്ചവടം നടക്കട്ടെ പറഞ്ഞു പറയാം. ചെയ്യാണ് ചെയ്തോ, കച്ചവടം ചെയ്യാണ് ചെയ്തോ. സുരേട്ടൻ പറഞ്ഞ ചെയ്യാണ് ഈ കച്ചവടം ചെയ്തോ. അതാണ് എൻ്റെ മര്യാദ എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ. വേണേ കൊണ്ട് കേട്ടിക്കോ. ഒറ്റ ഇതൊന്ന് കേട്ടെ. ഓനത്തെന്തൊക്കെ തരാം ഒരു കാര്യം പറഞ്ഞു, അതൊന്ന് കഴിഞ്ഞിട്ട് പറയാം. മോശം ഞാൻ 2 പേര് ചെയ്തു അതന്നെ പറഞ്ഞു. ഇത് തരാൻ വേണ്ട എന്നോട് പറഞ്ഞു മാസം ഇവിടെ ചോദ്യം ഇല്ലാണ്ടെന്നില്ല. മറ്റേ വിലക്ക് കൊണ്ട് ചോദിച്ച വിലക്ക് എന്താ പേടിക്കണേ? നീ പറഞ്ഞ അങ്ങനെ പറഞ്ഞു. ആദ്യം അതിന് 32 രൂപ വില അങ്ങനെ ഒന്നല്ല. നിങ്ങൾ എന്താ അറിയാതെ മുന്നേ അവിടെ കളി ഞാൻ പറഞ്ഞു, കഥ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനേ കെട്ടി പോണേ വിലയൊക്കെ 30 തന്നെ അതിന് വില പറയണേ. തമ്മിലുള്ള ബന്ധങ്ങളിൽ പറയാ. എന്നോട് പറഞ്ഞ പജ് തരാനാ ചോദ്യം ഇല്ലാണ്ടില്ല. ഇജ്ജ് വേണം പറഞ്ഞ നാളെയും വേണം പറഞ്ഞ കച്ചവടം 500 ഉറുപ്പിട്ടുള്ള കച്ചവടാ. ഒന്നും കാര്യമില്ല, നീട്ടി പറഞ്ഞിട്ടില്ല ഞാൻ. അത് പറയണം. വലിയ കാര്യമില്ലാന്നേ, കാര്യമില്ലാന്ന് എന്നോട് പറഞ്ഞിട്ട് ഓപ്പൺ ആക്കരുത്, അത് പുറത്താക്കരുത്. വില കുറച്ച് അവിടെ എന്നോട് ഞാൻ സ്വയം ഒക്കെ പറഞ്ഞു. വേണമെങ്കിൽ കേട്ടിയോ അല്ല ഇത് അത് നോക്കണ്ട. അതിനുണ്ട് 60 രൂപ 32 വിൽക്കണോണ്ട് മുതലാ. അന്നെ കണ്ട് പച്ചു തരാ ഭാഗം കണ്ടിച്ച് കെട്ടിക്കളാം. ഒരു മിനിറ്റ് ഇത് പുറത്തുണ്ടായ അത് പച്ചന വിട്ടില്ല. അത് മുതലില്ല ഉണ്ടായിട്ട് കാര്യമില്ല. അങ്ങനെ അതിന് കാര്യം പറഞ്ഞിട്ട് ഒരു അഡ്വാൻസ് വന്നിട്ട് പോകും. എന്താ പറഞ്ഞ പൈക്ക വിളിച്ചു കാശൊക്കെ ഒന്നും ഇല്ല, മുതലേ ഇല്ല. സത്യമായിട്ട് ചോദിച്ചൊക്കെ എന്തിന്റെ വിലക്ക് കന്നുമായി അണക്കൊരു മുതലാവട്ടെ പച്ചയും കൂട്ടില്ല. പിന്നെന്താ